അപ്പം ഇതാണ് ശരിക്കും പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. അതിൻ്റെ ഇലയ്ക്കാണെങ്കിൽ ഒരു ചെറിയ റെഡ് കളറും ഒക്കെ ആയിട്ട് വരും. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഈ സംഭവം ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന് എനിക്കിത് അയച്ചു തന്നു. അപ്പം പുള്ളിക്കാരത്തേക്ക് ഒരു ചെറിയ ചാനലൊക്കെ ഉണ്ട്, റെയിൻബോ പ്ലാന്റർ എന്നാണ് പേര്. അങ്ങനെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു എനിക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അയച്ചു തന്നതാണ്. അപ്പോൾ അതിൻ്റെ അകമൊക്കെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ട്രാവൽ ചെയ്തൊക്കെ വന്നതാണല്ലോ, അപ്പോൾ അകത്ത് കേടുവല്ലതും വന്നിട്ടുണ്ടോ, നല്ല രീതിയിലാണോ ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇനി നമുക്കൊന്ന് നടാം. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അകം എന്തായെന്നുള്ളത്. നല്ലതുപോലെയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ പൊന്നാങ്കണ്ണി കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ അതിൽ പിന്നെ വീണ്ടും ഒരു ചെറിയ കവറിനകത്തോട്ട് ആക്കിയിട്ട് പിൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. ഞാൻ നമുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതാണ് ശരിക്കും പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. അതിൻ്റെ ഇലയ്ക്കാണെങ്കിൽ ഒരു ചെറിയ റെഡ് കളറും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ അല്ലാതെ പലതരത്തിലുള്ളതായ ഇലകളൊക്കെ നമ്മുടെ ചുറ്റിനുമൊക്കെ കാണാൻ പറ്റും. ഇതേ ഇല തന്നെ വെറും പച്ച കളറായിട്ട് പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നതുണ്ട് കേട്ടോ. അപ്പോൾ അതല്ല ശരിക്കും പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. ഇനി നമുക്കിത് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മണ്ണുമൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഇത്രയും തൈകൾ കിട്ടിയാലും നമുക്കിത് കുറേ ആക്കി നടാനായിട്ട് സാധിക്കും. ഇത് വളരുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരുന്നാൽ മതി. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ്. ഇപ്പം കണ്ണിന് പൊന്നായ ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ്. ഇത് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പക്ഷേങ്കിൽ ഇപ്പം കേരളത്തിലെ എല്ലാ വീട്ടിലും ഇതിപ്പം നട്ടുപിടിപ്പിക്കേണ്ട, മിക്ക വീട്ടിലും. ഇനി ഇല്ലാത്തവർ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും നട്ടുപിടിപ്പിക്കേണ്ട ഒരു ചീര തന്നെയാണ് പൊന്നാങ്കണ്ണി ചീര. എല്ലാ ചീരയും നല്ലതാണ്, പക്ഷേങ്കിൽ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഒരു പ്രത്യേക ഗുണം തന്നെയാണ് ഉള്ളതാണ് പറയുന്നത്. പല അസുഖങ്ങൾക്കും നല്ലതാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പം ഞാനൊരു ചെടിച്ചട്ടിയിൽ നടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം കുറച്ചേ ഉള്ളല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യാം, ഒരു ചെറിയ ചട്ടിയിൽ നട്ടിട്ട് വളർന്നു വരുമ്പോൾ നമുക്ക് വീണ്ടും കട്ട് ചെയ്ത് നമുക്ക് മറ്റുള്ള ചട്ടിയിലോ അല്ലെങ്കിൽ നമുക്ക് മണ്ണിലോ ഒക്കെ നമുക്ക് നടാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിന് ഒരു 1/4 ഭാഗം മണ്ണെടുത്തിട്ടുണ്ട്, ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കണ്ട് കുറച്ച് ചാണകപ്പൊടിയും ഇട്ടിട്ടുണ്ട്. വേറെ ഒരു വളം ഇതിനകത്ത് ചേർക്കണ്ട. കോഴിവളം ഉണ്ടെങ്കിൽ നല്ലതാണ് ചീരയ്ക്കൊക്കെ. പിന്നെ ആട്ടും കഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടിച്ചിടണം. കാരണം നമ്മൾ പൊടിക്കാതെ ഇടുകയെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നാൾ കിടന്നെങ്കിൽ മാത്രമേ അത് പൊടിയത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നല്ലതുപോലെ പൊടിച്ചിടുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിരിക്കും. അപ്പം ചാണകവും മണ്ണും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇനി നമുക്കിത് ഈ ചട്ടിക്കകത്തോട്ട് ആക്കി വയ്ക്കാം. നമ്മുടെ കൈവശം കമ്പോസ്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിട്ടാലും മതി. എന്ത് വളമാണോ ഉള്ളത് അത് നിങ്ങൾ യൂസ് ചെയ്യുക. ആട്ടും കാഷ്ടം മാത്രമാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കോഴിക്കാഷ്ടമാണെന്നുണ്ടെങ്കിൽ സമ്പുഷ്ടീകരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇതിനകത്തോട്ടൊരു സ്വല്പം വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചേക്കുക. നമുക്ക് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര എടുത്തിട്ട് വലിയ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മാത്രം നടാം. ഉണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ട് ഒടിച്ച് കുത്തി നട്ടിരുന്നാൽ മതി. അപ്പം നമ്മുടെ റെയിൻബോ പ്ലാന്റർ ഇതുപോലെ ഈ പൊന്നാങ്കണ്ണി ചീര സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം അവരുടെ നമ്പർ നമ്മളിതിനകത്ത് കൊടുത്തിരിക്കാം. ഒരു വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നതായ ഒരു കൊച്ചു ചാനലാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ, എല്ലാവരും അങ്ങനെയാണല്ലോ വളരുന്നത്. എല്ലാം ഇതേപോലെ നമുക്ക് ഇതിനകത്ത് കുത്തി കൊടുക്കാം. ഇനി നമുക്ക് വേരുള്ള ഭാഗം കൂടെ ഇതിനകത്തോട്ടങ്ങ് നട്ടു കൊടുക്കാം. ഒരുപാട് വളർന്ന് പൂ വരുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ നുള്ളി ഇത് തോരനൊക്കെ വയ്ക്കാം. തോരൻ വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ചീര തോരൻ വയ്ക്കുന്നത് പോലെ തന്നെ വെച്ചാൽ മതി. ഇച്ചിരി വെളുത്തുള്ളി ഒക്കെ അരയ്ക്കുക. അപ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കണം. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാം ടിവിയും മൊബൈലിനകത്തും അഡിക്റ്റായിട്ടിരിക്കുകയാണല്ലോ. അപ്പം എല്ലാവരുടെയും കണ്ണ്, വലിയവരാണെന്നുണ്ടെങ്കിലും എപ്പോഴും ലാപ്ടോപ്പും എല്ലാവരും സോഫ്റ്റ്വെയറിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സർവ്വസമയവും ലാപ്ടോപ്പും ഒക്കെ നോക്കിയിരിക്കുമ്പോൾ കണ്ണിനൊക്കെ ഭയങ്കര പ്രഷറല്ലേ. അപ്പം ഈ ചീരയിലൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്.
അപ്പം നമ്മളിങ്ങനെ നട്ടതിന് ശേഷം ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ജൈവ സ്ലറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ആർത്തി ഒഴിഞ്ഞ് വളർന്നു വന്നോളും. ഇനി ഇത് നട്ടതിന് ശേഷം നമ്മൾ ഒരു തണലത്ത് വയ്ക്കുക. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് വെയിലത്തോട്ട് എടുത്ത് വയ്ക്കും. ഈ ചിര എന്ന് പറഞ്ഞാൽ വെയിൽ തട്ടുന്ന ഭാഗത്ത് ഈ ചുമന്ന കളർ വരും, വെയിൽ തട്ടാത്ത ഭാഗത്താണെന്നുണ്ടെങ്കിൽ നല്ല പച്ച കളറുമായിരിക്കും. അപ്പോൾ അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് നിങ്ങൾ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നടാനായിട്ട് ശ്രമിക്കുക. എല്ലാ വീട്ടിലും ഇതേപോലെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രം പോരാ, അത് കറി വെച്ച് കഴിക്കാനും കുഞ്ഞുങ്ങളെയൊക്കെ കഴിപ്പിക്കാനും പ്രായമുള്ളവർക്കും ഒക്കെ കൊടുക്കാനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് നട്ടുപിടിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കറികളിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാ ഇലവർഗ്ഗങ്ങളും, ഏറെക്കുറെ ഇലവർഗ്ഗങ്ങളും നമുക്ക് ഔഷധ ഗുണമുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മളത് അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴത്തേക്ക് നമ്മൾ ഓടിപ്പോയി മരുന്ന് വാങ്ങിക്കുന്നു, കഴിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഇലകളെക്കുറിച്ച് നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. പലതരത്തിലുള്ളതായ തഴുതാമ ഇതൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ വായ്പുണ്ണുകൾക്ക് പറ്റിയ ചെടികൾ, അങ്ങനെ പല സസ്യങ്ങളും നമ്മുടെ ചുറ്റിനും ഉണ്ട്. അപ്പം കഴിവിൻ്റെ പരമാവധി നമ്മുടെ ഭക്ഷണത്തിൽ ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം ചോറിൻ്റെയൊക്കെ അളവ് കുറച്ചിട്ട് നമ്മൾ ഇലവർഗ്ഗങ്ങൾ പച്ചക്കറികളൊക്കെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പം സ്വന്തമായിട്ട് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു 5 പച്ചക്കറികളെങ്കിലും നമ്മൾ നടാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഒരു 2-3 ടൈപ്പ് ഇലവർഗ്ഗങ്ങളും കൂടെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ട്രെൻഡിങ്ങിൽ ഓടുന്ന പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണം ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും വീടിൻ്റെ മുറ്റത്ത് ഒരു പൊന്നാങ്കണ്ണി ചീര എങ്കിലും നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. പൊന്നാങ്കണ്ണി ചീര ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.